ആണിനും പെണ്ണിനും ഫ്രണ്ട്സ് ആയിട്ട് നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് നടക്കാൻ പറ്റുമോ എന്നതിന്റെ ചെറിയൊരു ഉത്തരമാണ് ഈ വീഡിയോ. ഒന്നുമില്ല, ആണ് പെണ്ണ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നിങ്ങൾ സ്റ്റഡീസ് എടുക്കുക, ന്യൂറോളജി എടുക്കുക, സൈക്കോളജി എടുക്കുക, ബയോളജി എടുക്കുക, ഇതൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും അട്രാക്ഷൻ തോന്നും. അതൊരു ഫാക്ട് ആണ്. അതൊക്കെ നമുക്ക് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മനസ്സിലാവും. അങ്ങനെ ആയതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ ഉണ്ടായതും പോപ്പുലേഷൻ ഉണ്ടായതും സൊസൈറ്റി വർക്ക് ചെയ്യുന്നതും ജനറേഷൻസ് ഉണ്ടാവുന്നതൊക്കെ ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടും അട്രാക്ഷൻ തോന്നുന്നതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ സ്ത്രീകളോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആണിന്റെ മൈൻഡും പെണ്ണിന്റെ മൈൻഡും രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങൾക്കൊരു മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അവനൊരു ആങ്ങളാവും അല്ലെങ്കിൽ ഒരു അങ്കിളാവും. പക്ഷെ അവന്റെ കൺസെപ്റ്റിൽ അങ്ങനെ ആവില്ല, അല്ലെങ്കിൽ അവന്റെ 99% അവന്റെ മൈൻഡ് അങ്ങനെയല്ല വർക്ക് ചെയ്യുക. ഞാനൊരാണാണ്, ഞാൻ കോളേജിലും പഠിച്ചിരിക്കുന്നു, ഗവൺമെന്റ് സ്കൂളിലും പഠിച്ചിരിക്കുന്നു. അപ്പൊ വ്യക്തമായിട്ട് ഈ ആണുങ്ങളുടെ ഇടയിൽ ഉണ്ടാവുന്ന കോൺവെർസേഷൻസ് കുറെ കേട്ടൊരു വ്യക്തിയാണ് ഞാൻ. അതിൽ നിന്ന് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ബെസ്റ്റിയാണ് അല്ലെങ്കിൽ ആങ്ങളയാണെന്ന് പറയുന്ന പല ആണുങ്ങളും അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ വന്നാൽ നിങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ വളരെ മോശമായിട്ട് അല്ലെങ്കിൽ സെക്ഷുവലായിട്ട് നിങ്ങളെ പറ്റി പറയുന്ന കാര്യങ്ങൾ കേട്ടാൽ നിങ്ങളെ തന്നെ അന്തം പോകും. പല ബോയ്സിന്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ബെസ്റ്റ് കമ്മിറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ പ്രപ്പോസ് ചെയ്യുമെന്ന് ചോദിക്കും. അപ്പൊ അവർ വ്യക്തമായിട്ട് എപ്പോഴും പറയുന്ന ഉത്തരമാണ് ഞാൻ പ്രപ്പോസ് ചെയ്യും, ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യുന്നത്. ഈ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ തോളത്ത് കൈയിടുമ്പോൾ അല്ലെങ്കിൽ മടിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ മൈൻഡിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ആണിനെ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെയല്ല, ഒരു ആണിന്റെ മൈൻഡ് വർക്ക് ചെയ്യണതും അങ്ങനെയല്ല. പല അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അവന് വരും, പല കാര്യങ്ങൾ അവൻ ചിന്തിക്കും, പല രീതിയിൽ അവൻ മുതലെടുക്കും. ഞാനും പണ്ട് ഈ ഫീമെയിൽ ഫ്രണ്ട് അല്ലെങ്കിൽ ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെയാണ്, നോർമൽ ആണെന്ന് വിചാരിച്ചിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു, എനിക്കൊരു ഭാര്യ ഉണ്ട്, അവൾക്കൊരു മെയിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് കൂട്ടിക്കോ. അവന്റെ കൂടെ എപ്പോഴും അവൻ കറങ്ങാൻ പോവുക, സിനിമക്ക് പോവുക, ടൂർ പോവുക, തോളത്ത് കഴിട്ട് നടക്കുക. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യുമല്ലോ. അപ്പൊ എനിക്കൊരു ബെസ്റ്റ് ഉണ്ടെങ്കിൽ അവന്റെ ഭർത്താവിന്റെ കണ്ണിലൂടെ ഞാൻ കാണാൻ ശ്രമിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എത്ര വൾഗറായിട്ടുള്ള പരിപാടിയാണ്. പിന്നെ പല ആണുങ്ങൾക്കും ഇതറിയാം, പല പെണ്ണുങ്ങൾക്കും ഇതറിയാം. എന്നിട്ട് അവരിത് കണ്ടിന്യൂ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ പാർട്ട്ണറിന്റെ അല്ലാത്ത ഈ ബാക്കപ്പ് ആയിട്ടുള്ള ഒരു പ്ലഷർ അല്ലെങ്കിൽ അറ്റൻഷൻ അവർ ആസ്വദിക്കുന്നു. നിങ്ങൾക്ക് പാർട്ട്ണർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ അറ്റൻഷനും അഫെക്ഷനും ഫ്രണ്ട്ഷിപ്പും കെയർ ഒക്കെ അവൾക്ക് കൊടുക്കണ്ട അല്ലെങ്കിൽ അവനെ കൊടുക്കണ്ട. ഒരു ബാക്കപ്പ് പോലെ ഒരു ആണിനെ പെണ്ണിനെ വെച്ച് ബെസ്റ്റിനെ വിളിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചീപ്പായിട്ടുള്ള പരിപാടിയാണ്. അപ്പൊ ആണും പെണ്ണും ഇന്ററാക്ട് ചെയ്യുക, അതൊക്കെ ചെയ്യുക, അങ്ങോട്ടും കൂടി ഹെൽപ്പ് ചെയ്യുക, അതൊക്കെ ചെയ്യേണ്ടെന്നല്ല. എപ്പോഴും ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. ബെസ്റ്റി എന്ന് പറഞ്ഞാൽ മടിയിലിരുന്ന് തോളത്ത് കയറ്റി നടക്കരുത്. നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ട്. എപ്പോഴും ഒരു മാന്യമായിട്ട് അപ്രോച്ച് ചെയ്യുക ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട്. അപ്പൊ ഏതാണ് ഞാൻ ബെസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ ഏത് പെണ്ണിനാ ബെസ്റ്റ് ഉള്ളത്, അവർ റെഡ് ഫ്ലാഗ് ആണ്. അവരെ കണ്ട ഓടിക്കോ, അവരുമായിട്ട് വേറെ ഒന്നിനും നിൽക്കരുത്.